ഒരു ഇൻസ്പയറിംഗ് മൊമെന്റ് ആണ്. എനിക്ക് തന്നെ ഇപ്പോ മാം പറഞ്ഞ ആ വിഷമം രാഹുലെ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കയ്യിലൊരു തൂവാല ഇല്ല എനിക്ക് ബ്ലഡ് തുടയ്ക്കാൻ. നമുക്കൊരിക്കലും ഈ ബ്ലഡിന് നമുക്കറിയുന്നില്ല, നമ്മുടെ നേഴ്സ് ഈ മൂക്കിനകത്ത് ഞരമ്പുകളൊക്കെ പൊട്ടും, എല്ലാം പൊട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശ്വാസം വലിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ലങ്സിന് ഇല്ല. ഞാൻ ഒന്നും വായിപ്പിക്കത്തുമില്ല, പറയത്തില്ല, സൈൻ ചെയ്തു തരും. എൻ്റെ അമ്മയും അച്ഛനും സൈൻ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പൊന്നും അന്നത്തെ അവർക്കില്ല. കാരണം എൻ്റെ മുന്നിലിരിക്കുന്നവൻ എനിക്കുമായിട്ട് എന്ത് വ്യത്യാസം? നിന്നിലിരിക്കുന്നത് എന്നിലിരിക്കും. ഞാൻ എന്തിനാ അവനെ ഭയക്കണം? എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. അപ്പം എന്നിട്ടും ഭയമില്ല. ഞാൻ പറഞ്ഞില്ല. അതെന്താ? ഞാൻ പറഞ്ഞു എനിക്ക് സാർ ഇട്ടേക്കുന്ന യൂണിഫോം നാളെ എനിക്ക് ഇടണം, അതുകൊണ്ട് പേടിയില്ല. കാരണം എൻ്റെ ലക്ഷ്യം ഒരു ആർമി ഓഫീസർ ആകുക എന്നുള്ളത്. ഒരു ഇൻസ്പയറിംഗ് മൊമെന്റ് ആണ്. എനിക്ക് തന്നെ ഇപ്പോ മാം പറഞ്ഞ ആ വിഷമം രാഹുലെ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിലൊരു തൂവാല ഇല്ല എനിക്ക് ബ്ലഡ് തുടയ്ക്കാൻ. എൻ്റെ വിചാരം എന്താ പറയുക, ഞാൻ ഓടിയൻ്റെ വേർപ്പാണെന്ന്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഞാനിത് പിഴിയുന്നു. നമ്മുടെ വിചാരം എന്താ, കരയുന്നോണ്ട് നമ്മുടെ മൂക്കിൽ നിന്ന് റണ്ണിങ് നോസ് ആ ഒരു ഇതിലാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. തുപ്പുന്നു, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇതൊന്നും ശ്രദ്ധയിലില്ല. എൻ്റെ ലക്ഷ്യം എന്താ, ഇന്ത്യക്ക് ക്രോസ് കൺട്രിയിൽ എനിക്ക് എൻ്റെ ഭാരതത്തിൻ്റെ മെഡൽ പോവരുത്. അത് എന്നിൽ അത്രയും വിശ്വസിച്ച് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് വാക്ക് തന്നെങ്കിൽ എനിക്കത് ചെയ്യണം. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലെ ഞാൻ കാണുന്നത് എൻ്റെ മൂക്കിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന മൊത്തം ബ്ലഡ് ആണെന്ന്. അതായത് എൻ്റെ ട്രാക്ക് സൂട്ട് ഫുള്ളും നനഞ്ഞു. ഇനിയും ബ്ലഡ് കൊണ്ട്. കാരണം ഈ ക്രോസ് കൺട്രി എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, നമ്മൾ സമുദ്രനിരപ്പിൽ കിടക്കുന്നവർ. നമുക്കൊരിക്കലും ഈ ബ്ലഡിന് നമുക്കറിയുന്നില്ല, നമ്മുടെ നേഴ്സ് ഈ മൂക്കിനകത്ത് ഞരമ്പുകളൊക്കെ പൊട്ടും, എല്ലാം പൊട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശ്വാസം വലിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ലങ്സിന് ഇല്ല. കാരണം നമ്മൾ സമുദ്രനിരപ്പിൽ താമസിക്കുന്നതും ഡാർജിലിംഗ് പോലെ ആ മലയുടെ മണ്ടയ്ക്ക് നമ്മൾ ഓടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ചിലർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ പോലും പോവും. സിറ്റുവേഷൻ എനിക്ക് മൗണ്ടനിയറിംഗിൽ ഉണ്ടായി പലയിടത്തും. റോപ്പ് പൊട്ടിയ കേസുണ്ട്. പിന്നെ നമുക്കൊരു 10 പേരെ തട്ടിയിട്ട് 65 ആണുങ്ങളുണ്ട്. ഈ 65 ആണുങ്ങളിൽ ഇനി അതിനേക്കാളും വലിയൊരു ബുദ്ധി ഞാൻ ചെയ്തു. എല്ലാവരുടെ കയ്യിലും എക്സ്ട്രാ ബാഗൊക്കെ ഉണ്ട്, മൗണ്ടനിയറിങ്ങിന് പോവല്ലേ സാധനങ്ങളൊക്കെ. ഞാനാകെ കൊണ്ടുപോയൊരു ബാഗിനകത്ത് എൻ്റെ സാധനം വെക്കാൻ തന്നെ എനിക്ക് സ്ഥലമില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് ചിരി വരും. അതായത് മൗണ്ടനിയറിങ്ങിന് പോകുമ്പോൾ നമ്മളൊരു 25-30 ഡേയ്സിൻ്റെ സാധനം നമ്മുടെ ബാഗിൽ കളക്ട് ചെയ്യണം, നമുക്ക് ഇടാനുള്ള ഓൺ. ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ആദ്യമേ ഒരു ട്രാക്ക് സൂട്ട് വലിച്ചു കയറ്റിയിട്ടു, അതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ അപ്പുറിട്ടു, ഇനി ഒരു ട്രാക്ക് സൂട്ട് വലിച്ചിട്ടു, അങ്ങനെ 6 ഡ്രസ്സ് ഞാൻ ഇട്ടേക്കാണ്. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ വെയിറ്റ് പറയും. മനസ്സിലായി? എനിക്ക് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധനമൊന്നും അത്ര കണ്ടൊന്നും എൻ്റെ കയ്യിലില്ല. എല്ലാവരും മോൾ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഹൈലൈറ്റ് അവർ വിടുന്നത്. എൻ്റെ ഫാമിലിയിൽ എനിക്ക് അപ്പോൾ അത്ര ഒരുതായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല ഞാൻ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന്. പിന്നെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ഒപ്പിട്ട് തരുമല്ലോ, ഇവള് തിരിച്ചു വന്നില്ലെങ്കിലും നമുക്ക് പരാതിയൊന്നും ഇല്ല, നമ്മൾ ഗവൺമെന്റിന് വേണ്ടി വിട്ടിരിക്കും. ഞാൻ ഒന്നും വായിപ്പിക്കത്തുമില്ല, പറയത്തില്ല, സൈൻ ചെയ്തു തരും. എൻ്റെ അമ്മയും അച്ഛനും സൈൻ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പൊന്നും അന്നത്തെ അവർക്കില്ല. ഒന്ന് ഫോണില്ല, ഇപ്പോഴത്തെ വിടത്തുമില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ജൂഡോയുടെ കോമ്പറ്റീഷന് പറയുവാണെങ്കിൽ കായിക രംഗത്തിൽ കണ്ടിട്ട് അമ്മ കുറേ കരഞ്ഞു, എൻ്റെ മോൾ ഇതിനാണോ പോകുന്നതെന്ന്. ഏതാ ഫസ്റ്റ് കായിക രംഗത്തിൽ വന്നത് 3ാമത്തെ വർഷമാണ്. അതിനോടൊക്കെ ഞാൻ ജൂഡോയിൽ കുറേ മത്സരങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞതാണ്. സ്ഥിരമായിട്ട് ദൂരദർശനിൽ കായിക രംഗത്തിൽ വൈകിട്ട് എൻ്റെ പ്രോഗ്രാംസ് ഒത്തിരി വന്നിട്ടുണ്ട്. അതുപോട്ടെ. അപ്പോൾ അതിൽ ഈ പർവ്വതാരോഹണത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്രോസ് കൺട്രി ഫസ്റ്റ് വാങ്ങിച്ച് ഇന്ത്യക്കകത്ത് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് പർവ്വതാരോഹണം ചെയ്തതിന് എനിക്ക് കിട്ടി. അതിന് മുമ്പായിട്ട് എനിക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സ്ത്രീകളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിച്ചാൽ പല ചോദ്യങ്ങളും ഇങ്ങോട്ട് വരാം, അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ ചെയ്യാവുന്ന കാര്യത്തെപ്പറ്റിയേ ഞാൻ പറയുന്നുള്ളൂ. ചിലർ ഇതിന് വേറെ ചോദ്യങ്ങളൊക്കെ വരാം, പുരുഷന് ചെയ്യാൻ പറ്റുന്ന ഇത് നിനക്ക് അതൊന്നുമല്ല എൻ്റെ വിഷയം, അതിലേക്കൊന്നുമല്ല ഞാൻ വരുന്നത്. ഒരു സ്ത്രീക്കും പുരുഷനും ചെയ്യാവുന്ന ഒരേ കാര്യം, അതായത് അവിടെ സ്ത്രീകൾ ബാക്കിലോട്ട് മാറുന്നിടത്ത് മാറരുത്. ഇപ്പോൾ രാഹുൽ ചോദിച്ചതല്ല, കല്യാണം കഴിഞ്ഞു ഇപ്പോഴും ഈ ഫീൽഡിലേക്ക് വരാൻ വന്നാൽ അതെനിക്ക് ഞാൻ ഇതേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ഒന്നേ പറയത്തുള്ളൂ, അവനവൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. അവനവൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യുമോ സഫർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് വേറൊരു രീതിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങണം. ഞാൻ ചെയ്യുന്ന ആ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴേ എൻ്റെ ഫീൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ.
അങ്ങനെ ഞാൻ സെയിം കണ്ണൂർ ബ്രണ്ണൻ കോളേജിൽ വെച്ചിട്ട് ഇതേപോലൊരു ക്യാമ്പ് നടക്കുന്നു. അവിടെയും വന്നു പാരാജമ്പിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തുനിന്ന് ഒരു സീറ്റ്, പറക്കുന്ന പ്ലെയിനിൽ നിന്ന് നമ്മൾ സാഹസികത കാണിക്കുക. നമുക്കിപ്പോൾ ഒരു കസേരയിലോട്ട് കയറി നിന്നിട്ട് നമുക്ക് ചാടാൻ പറഞ്ഞാൽ ഇതിന് പറ്റും. ഒരു ഏജ് കഴിയുമ്പോൾ ഇച്ചൂടെ കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊന്ന് ചാടാൻ പറഞ്ഞാൽ രാഹുൽ ചാടുമോ? എല്ലാം നമ്മളൊന്ന് ഇറക്കും. നമുക്കിനി എത്ര ഇക്വിപ്മെൻറ്റ്സ് നമുക്ക് പ്രൊട്ടക്ഷൻ തന്നെന്ന് പറഞ്ഞാലും ഒന്നുള്ളറക്കും. എനിക്കിത് കേട്ടിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ചോദിച്ചു പാരാജമ്പിങ്. അപ്പം ഞാൻ പർവ്വതാരോഹണത്തിലൊന്നും വന്നിട്ടില്ല. പാരാജമ്പിങ് അപ്പോൾ പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഒരു സീറ്റുണ്ട്, പറക്കുന്ന പ്ലെയിനേന്ന് ജമ്പ് ചെയ്യണം. ഞാൻ അന്ന് രാഹുലിനോട് പറയും ഇത് പറയുന്നു, സെലക്ഷൻ ഇറങ്ങാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിൻ്റെ പേര് ധൈര്യമായിട്ട് കൊടുക്കും, ഇതേ സാർ തന്നെ നമ്മൾ സാറിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി പോയി. രാഹുലെ ഇതേ കോമ്പറ്റീഷൻസ് എല്ലാം ഞാൻ ഇത് ചെയ്തു. അതിനകത്ത് എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അതായത് ആർമി ഓഫീസേഴ്സാണ് നമ്മളെ അതിന് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ എനിക്കൊരു വലിയ ചോദ്യം വന്ന ഒരു ചോദ്യം. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ആരുടെ മുന്നിലും കയറി ചെന്നുള്ളൂ. കാരണം എനിക്ക് പേടി. ഏത് കാര്യത്തിലും രാഹുലെ എന്നെ ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ ബാക്കിലോട്ട് നോക്കത്തില്ല. കാരണം എൻ്റെ മുന്നിലിരിക്കുന്നവൻ എനിക്കുമായിട്ട് എന്ത് വ്യത്യാസം? നിന്നിലിരിക്കുന്നത് എന്നിലിരിക്കും. ഞാൻ എന്തിനാ അവനെ ഭയക്കണം? എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഞാൻ നേരെ ചെന്നപ്പം അതിൻ്റെ ഒരു CEO എന്നോട് ഒരു കമാൻഡിങ് ഓഫീസർ എന്നോട് ചോദിച്ചു, ജയശ്രീ ഭയങ്കര സ്മാർട്ടാണല്ലോ, പേടിയില്ലേന്ന് ചോദിച്ചു. ഒറ്റ സെൻറ്റൻസ്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട് സർ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നിട്ടും ഭയമില്ല? ഞാൻ പറഞ്ഞില്ല. അതെന്താ? ഞാൻ പറഞ്ഞു എനിക്ക് സാർ ഇട്ടേക്കുന്ന യൂണിഫോം നാളെ എനിക്ക് ഇടണം, അതുകൊണ്ട് പേടിയില്ല. കാരണം എൻ്റെ ലക്ഷ്യം ഒരു ആർമി ഓഫീസർ ആകുക എന്നുള്ളത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റ് നിന്ന ആ കമാൻഡിങ് ഓഫീസർ ഇന്നും എൻ്റെ ലൈഫിൽ മറക്കാതെ എന്നെ അംഗീകരിച്ച ആദ്യത്തെ ആൾ. ഇരിക്കാൻ പറഞ്ഞു. ഞാൻ NCC കേഡറ്റാണ്. ഞാൻ ഇരുന്നു. സാർ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ലാസ്റ്റിലൊരു ചോദ്യം, എനിക്ക് പർവ്വതാരോഹണത്തിന് കിട്ടണ്ടായോ എന്നുള്ള ഒരൊറ്റ ചോദ്യം. പർവ്വതാരോഹണ സമയത്ത് പാരാജമ്പിങ്ങിൻ്റെ അല്ല, അതിൻ്റെ ഇൻ്റർവ്യൂവിനാണ്. എന്നോട് ചോദിച്ചു ജയശ്രീ ഇൻ കേസ് നിനക്ക് എവറസ്റ്റ് കയറാൻ തന്നു. അപ്പം ഞാൻ ഫിസിക്കലി കയറി, മെഡിക്കലി കയറി, എൻ്റെ വൈവ അതായത് ഇൻ്റർവ്യൂ നടക്കുക, അതിൽ ഫെയിലായാൽ പോയി. കാരണം ഇന്ത്യക്ക് ഒരു സീറ്റല്ലേ, അവർക്ക് അത്ര നല്ല ഒരാളിനെ സെലക്ട് ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് ഒരു ആർമി ഓഫീസർ ഇൻ്റർവ്യൂ ചെയ്തു. പർവ്വതാരോഹണത്തിൻ്റെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് ഇൻ കേസ് ഇത്രയും സ്മാർട്ടായ നിങ്ങൾ സ്മാർട്ടാണ്, ഞാൻ അംഗീകരിച്ചു. ഇത്രയും സ്മാർട്ടായ നിനക്ക് എവറസ്റ്റ് കയറാൻ ഞാനൊരു അവസരം തന്നു, എത്ര സമയത്തിൽ കയറി വരും? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരുവാണെങ്കിൽ നിന്നെ വെല്ലാൻ ഒരു കുട്ടിയെ ഞാൻ മുന്നോട്ട് വിടത്തില്ല, എനിക്ക് നിന്നിൽ വിശ്വാസമാണ്. ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഒരാൾ പറയാണ്. കുറേ നേരത്തേക്ക് ഞാൻ രാഹുലെ എനിക്ക് എവറസ്റ്റ് കയറാൻ അവസരം തരികയാണെങ്കിൽ ഞാൻ എത്ര സമയത്ത് കയറി വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞില്ല, അല്ല ഗുരുത്വം എന്ന് പറയുന്ന പോലെ സർവ്വ ദൈവങ്ങളെയും ഞാൻ ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒന്നും അല്ലാത്തടത്തുനിന്ന് വന്ന എന്നെ നീ ഈ ഒരു ചോദ്യത്തിൻ്റെ പേര് എന്നെ താഴ്ത്തരുത്. എനിക്ക് അതിനുള്ള ബോധം ഉണ്ടാക്കി തരണം. എനിക്കറിയില്ല രാഹുലെ, ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു സാറേ എനിക്ക് അവസരം താ, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ സാറ് ചോദിച്ചു എങ്ങനെ ഡിസ്കസ് ചെയ്ത് എനിക്ക് എങ്ങനെയാണെന്ന് പറയണം. ഞാൻ അവസരം തരാമെന്നേ പറഞ്ഞുള്ളൂ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എത്ര സമയത്ത് നീ കയറി ഇറങ്ങിയിട്ട് വരാം? ഞാൻ പറഞ്ഞു സാറ് ടെൻസിങ് എവറസ്റ്റ് കയറി, ഹിലാരി എവറസ്റ്റ് കയറി, ബാക്കി എത്രയോ പേര് എവറസ്റ്റ് കയറി. അവരെല്ലാം കയറാൻ അവസരം കൊടുത്ത് കയറിയതിന് ശേഷമല്ലേ സാറേ സമയം പറഞ്ഞേ? അതുകൊണ്ട് എനിക്ക് കയറാൻ താ അവസരം, ഞാൻ കയറിയിട്ട് വന്നിട്ട് പറയാം ഞാൻ എൻ്റെ ടൈം എത്ര സമയത്തിൽ പോയി. സാറ് പറഞ്ഞു നോ എക്സ്പ്ലനേഷൻ വേണം, എന്നെ വിടാൻ ആൾ തയ്യാറല്ല. ഞാൻ വിചാരിച്ചു ഭഗവാനെ കയറി ഇറങ്ങുന്ന അവിടെ വരെ എത്തി. അപ്പം ഞാൻ സാറേ ഒരു കാര്യം, ഒന്ന് ഞാനൊരു പെണ്ണാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള മന്ത്ലി ഇഷ്യൂസ് ഉണ്ടാവാം, വെതർ ഉണ്ടാവാം പ്രോബ്ലം. പിന്നെ ഞാൻ സാധാരണ വരുന്ന ഒരു ഫാമിലി എന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇക്വിപ്മെൻറ്റ്സ് നിങ്ങൾ തരുന്ന സാധനങ്ങളുണ്ട്. അതിനപ്പുറത്തോട്ട് എനിക്ക് എൻ്റെ വീട്ടിനൊരു കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് എവിടെ വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഒത്തിരിയാണ്. അതിനെ മറികടന്ന് ഞാൻ ചെയ്തിട്ട് വന്നിട്ട് സാർ പറഞ്ഞു തരാം, എനിക്ക് അവസരം തരുമോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല രാഹുലെ, ഞാൻ പോയി. അങ്ങനെയാണ് ഞാൻ ശരിക്കും കാഞ്ചൻജംഗ എക്സ്പെഡീഷനിലേക്ക് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ പർവ്വതാരോഹണത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സാറ് ചോദിച്ചത് ആദ്യമേ പാരാസൈക്ലിംഗ് ചെയ്യിക്കും, പാരാഗ്ലൈഡിങ് ചെയ്യിക്കും, അതായത് ജീപ്പിൽ കെട്ടി വലിക്കും,
അതിൽ നമ്മൾ സക്സസ് ആയിരിക്കണം. പാരാഗ്ലൈഡിങ് ചെയ്യിക്കും, മലയുടെ മണ്ടയ്ക്കൊന്ന് നമുക്ക് പാരച്യൂട്ട് തന്ന് ചാടണം. അതിനുശേഷം പാരാജമ്പിങ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അറിയില്ല, ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ചാടാൻ പാരച്യൂട്ട് കിട്ടുമെങ്കിൽ ഞാൻ ചാടാം, കാരണം അല്ലാതെ ചാടിയാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. സാറിന് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. എന്തായാലും വേണ്ടിയില്ല, അങ്ങനെ ഇന്ത്യക്കകത്തുനിന്ന് പാരാജമ്പിങ്ങിന് എനിക്ക് സെലക്ഷൻ കിട്ടി. ശരിക്കും 5 പ്രാവശ്യം ഞാൻ പാരാജമ്പിങ് ചെയ്ത് 5 പ്രാവശ്യം ഞാൻ പ്ലെയിനിൽ നിന്ന് സാഹസികത കാണിച്ചു. അതിലും എൻ്റെ ലൈഫിൽ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഏകദേശം 14 ഫ്ലോറിൽ തുടങ്ങും നമ്മുടെ ചാടിക്കാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അതായത് 14 ഫ്ലോറുള്ള ഒരു ഫ്ലാറ്റിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചാടാൻ പറയുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ എന്താണെന്ന് അറിയാം, ഐ എത്ര ഓപ്പൺ ആണ്, നമ്മുടെ ഫിയർ എത്ര ഭയം നമുക്ക് ഫേസിൽ ഉണ്ട്, ഇതെല്ലാം കാണാൻ വേണ്ടി അവർ ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്നവരെ പ്ലെയിനിലേക്ക് വിടത്തുള്ളൂ. അതിൽ പാരച്യൂട്ടിലേക്ക് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പാരച്യൂട്ടെല്ലാം ഓപ്പൺ ആവണമെന്നൊന്നും ഇല്ല. നമ്മുടെ ബാഡ് ലക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, പക്ഷേ വിശ്വാസമാണല്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എന്നെ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കുന്ന്, ഇനി ഞാൻ പറഞ്ഞുതരാം, ട്രെയിനിങ് ചെയ്തതിനിടയ്ക്ക് മോഷൻ പോകുന്നവരുണ്ട് അറിയാതെ ഭയന്ന്, യൂറിൻ പാസ് ചെയ്യുന്നവരുണ്ട്, ഒരു ആവേശത്തിനെടുത്ത് കയറും, അവർ താഴെ വരുമ്പോഴത്തേന് യൂറിൻ തന്നെ പാസ് ചെയ്തവരുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഭയം തോന്നിയില്ല. കാരണം എപ്പോഴും നമ്മൾ ഒരു കാര്യം, എൻ്റെ ലൈഫിൽ ഒരു ജനനം ഒരു മരണം, ജനിച്ചത് നല്ല ഒരു അമ്മയും അച്ഛനും മകളായിട്ട് ജനിച്ചു, മരണവും നല്ല പേരിൽ തന്നെ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം ഒരു മരണം എന്തായാലും ഉണ്ട് നമുക്ക്, അത് സത്യമാണ്. ജീവിതത്തിൽ 2 സത്യം, ഒന്ന് ജനനം ഒന്ന് മരണം, ഈ 2 സത്യം ഉള്ളല്ലോ. അപ്പം അതിൽ ജനിച്ചു ഞാൻ സത്യമാണ്, ഇനി മരണം അതെനിക്ക് നന്നായിട്ട് പോകുന്നതിൽ അഭിമാനമുള്ള ഒരു ഭയമില്ല. എന്തായാലും ഒരു മരണം നമ്മുടെ മുന്നിൽ കാണും. അങ്ങനെ ഞാൻ ആ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുമ്പം ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ വീട്ടിലെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നിരിക്കുന്നത്, എനിക്ക് സക്സസ് ആവാൻ പറ്റുമോ എന്ന് നിനക്ക് മാത്രമേ അറിയൂ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, സക്സസ് ആവുന്ന ഒരു വിശ്വാസത്തോടെ, ഇല്ലെങ്കിൽ ഭഗവാൻ ഇതോടുകൂടി എന്നെ തീർക്കണം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ ഞാൻ എൻ്റെ ജീവിതം തീരണം. അപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞില്ല, ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഓരോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ച് എങ്ങനെയാണെന്നറിയാം, നമ്മളെ ബാക്കിൽ നമ്മുടെ ഇങ്ങനെ ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ബെൽറ്റ് ഇട്ടേക്കാണ്, എന്നിട്ട് ഒരു ഹുക്ക് ഇങ്ങനെ ഇടും. അതായത് നമ്മുടെ കിണറ്റിലേക്ക് തൊട്ടി ഇറക്കത്തില്ലേ, നമ്മൾ വെള്ളം നിറച്ചിട്ട് കപ്പിക്കകത്തോടെ തൊട്ടി അങ്ങ് വിട്ടാൽ എങ്ങനെ പോകും, ഫുള്ള് വെള്ളം നിറഞ്ഞു സ്പീഡിൽ അങ്ങ് പോകത്തില്ലേ, അതേപോലെ ഇവരെന്ത് ചെയ്യുന്ന അറിയാമ്പോൾ നമ്മുടെ പുറത്തൊരു ബെൽറ്റ് ഇടും, മുകളിലൊരു ഹുക്കുണ്ട്, ആ ഹുക്കിൽ നിന്ന് കയറ് വലിച്ച് നമ്മുടെ പുറത്ത് കൊണ്ട് കെട്ടി വയ്ക്കും. എന്നിട്ട് ഒന്നുകിൽ ചാടാൻ പറയുമ്പോൾ നമ്മൾ ചാടിയില്ലെങ്കിൽ ഇവർ ബാക്കിൽ നിന്ന് ഒരൊറ്റ ചവിട്ട് വരും. ചാടാത്തവരെ അവർ തള്ളും, കാരണം നമ്മൾ പാരാജമ്പിങ് ചെയ്യിക്കണ്ടേ, അവരുടെ ഡ്യൂട്ടിയാണ്, തള്ളിക്കളയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ തള്ളേണ്ടി വന്നില്ല, കാരണം എനിക്കറിയാം ഇവന്മാർ ചവിട്ടും വാങ്ങിക്കണം ചാടുകയും വേണം. ഇത് ഞാൻ പറഞ്ഞു സാറേ ഓക്കെ ആണോ, ആ ഓക്കെയാ ചാടിക്കോളാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല രാഹുൽ, ആ സമയത്ത് വന്ന ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചാടി. ഇനിയും എനിക്കിപ്പോൾ ഈ പന്തളത്തെ ശബരിമലയുടെയൊക്കെ വിഷയം പറയുന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഭഗവാൻ അയ്യപ്പൻ്റെ രണ്ട് സ്ഥലത്ത് എനിക്ക് ഫുള്ള് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്ത 2 സ്ഥലമുണ്ട്. അതൊന്ന് പാരാജമ്പിങ്ങിനാണ്. അതായത് ഞാൻ പന്തളത്ത് ജനിച്ച് വളർന്ന ആളാണ്, ഭഗവാനെ വിചാരിക്കാതെ ഒരു ലൈഫിൽ എൻ്റെ ഇതില്ല. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ കരാഗ്രയെ ചൊല്ലി ഭൂമി വന്ദനം ചെയ്ത്, അമ്മ ഇന്നത്തെ ദിവസം അമ്മ എനിക്ക് നല്ലതാക്കി തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മ, എനിക്ക് എത്ര വയസ്സൊന്നും അറിയത്തില്ല, ആ ഓർമ്മയിൽ ഞാൻ കരാഗ്രയെ ചൊല്ലി തുടർന്ന് അമ്മയെ വന്നിച്ചേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ കുളിച്ച് ആദിത്യ മന്ത്രം ജപിക്കാതെ ഞാൻ എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങിയിട്ടില്ല. അതായത് രാവിലെ കുളിച്ചിട്ട് സൂര്യഭഗവാനെ പോയിട്ട്, എനിക്കൊന്നും ഓർമ്മയില്ല രാഹുൽ ഏത് പ്രായത്തിൽ എന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യിച്ചെന്ന്, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, എനിക്കറിയില്ല എങ്ങനെ ഞാൻ ഇത് എനിക്ക് പറയാനൊക്കില്ല. ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം അറിയില്ല. എൻ്റെ ഓർമ്മയായപ്പോൾ മുതൽ സൂര്യദേവനെ ഞാൻ നമിക്കാത്ത ദിവസമില്ല, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാത്ത ദിവസമില്ല. അതാണ് എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഞാൻ അയ്യപ്പൻ്റെ 2 വിഷയങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര വിഷമം. കാരണം ഞാൻ പന്തളത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ഭഗവാന്റെ അടുക്ക നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഭഗവാൻ അതിന് റിസൾട്ട് വലുത് കൊടുക്കും, അതാരായാലും ഭഗവാൻ വിടൂല്ല എന്നുള്ളതിന് ഉറപ്പുണ്ട്. എൻ്റെ പാരാജമ്പിങ് ഫസ്റ്റ് ജമ്പിങ് ഞാൻ ചെയ്യുന്നത് വൃശ്ചിക മാസം 1-ാം തീയതി.
വൃശ്ചിക മാസം 1-ാം തീയതി ഞാൻ ആദ്യമായിട്ട് പാരാജമ്പിങ് ചെയ്യുമ്പോൾ തലേ ദിവസം എനിക്ക് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ പാരാജമ്പിങ്ങിന് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ആർമിയുടെ ഹവിൽദാറാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ വൃശ്ചികം 1 പന്തളത്തു നിന്ന് വന്ന ആളിന് നാളത്തെ ദിവസത്തിൻ്റെ വിശേഷം പറയാൻ വേണ്ടി വന്നു. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി മൊത്തം കരഞ്ഞു. ഭഗവാൻ എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി. അടുത്ത ദിവസം രാഹുലെ ഞങ്ങൾ എയർഫോഴ്സ് ഓഫീസേഴ്സ് ഉണ്ട്, ആർമി ഓഫീസർമാരുണ്ട്, നേവലിൻ്റെ ഉണ്ട്, പിന്നെ ഇന്ത്യക്കകത്തു നിന്നുള്ള വേറെ പല വിങ്സിൽ നിന്നുള്ളവരുണ്ട്. അപ്പം ഞാൻ NCCയുടെ കേഡറ്റായിട്ട് പോയത്. പാരാജമ്പിങ്ങിന് രാവിലെ ഇതിൽ കയറുന്നു, അതായത് ഫ്ലൈറ്റിൽ AN-32 കയറുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തൊട്ട് നമസ്കരിച്ചൊക്കെ കയറി ഫ്ലൈറ്റിൽ ആദ്യത്തെ ജമ്പിങ്ങിനുണ്ടല്ലോ, നമുക്ക് മുന്നിലിരിക്കുന്നവർ ചാടുമ്പം ഈ പാരച്യൂട്ടിൻ്റെ കവറ് തിരിച്ചു വന്ന് ഫ്ലൈറ്റിൽ അടിക്കും. അപ്പം നമ്മുടെ മുന്നിലുണ്ടോ ഒരാൾ പോയിരിക്കുന്ന ജീവനോടുണ്ടോ, മരിച്ചോ, എന്തെങ്കിലും സംഭവിച്ചോ, ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ഭയങ്കര ഒരു, നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു ഇതായിട്ടിരിക്കുന്നതാണ്, മീൻസ് ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ബാക്കിലോട്ട് നോക്കിയാൽ എനിക്കൊന്നും, എൻ്റെ വീട്ടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പം ഓരോ ആൾ ചാടുമ്പോഴും ഈ പാരച്യൂട്ട് വിടരാൻ വേണ്ടിയിട്ടുള്ള കവറ് പ്ലെയിനിൽ കണക്ഷനാണ്. ഈ കവറ് തിരിച്ചു വരുമ്പം നമുക്ക് പെട്ടെന്നൊരാൾ നമ്മുടെ മുന്നിൽ നിന്ന് പോയി, ജീവനോടോ മരിച്ചോ ഇല്ലയോ ഒന്നൊന്നും അറിയില്ല. ആ ഒരു സിറ്റുവേഷൻ ഞാൻ എന്നെ പ്ലെയിനിൻ്റെ വാതിക്കലോട്ട് കൊണ്ടു നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനെ ഒറ്റ വാക്ക്, വൃശ്ചിക മാസം 1 ആയിക്കൊണ്ട് നീ എന്നെ പന്തളത്തു നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ ഒന്നുകിൽ നീ എന്നെ ഇതോടുകൂടി ഇവിടെ തീർക്കണം, എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് പൈസ കിട്ടും, ഞാൻ ഇതോടുകൂടി മരിക്കണം, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാടിനൊരു അന്ത്യം നീ എനിക്ക് തരണം. പറ്റൂല. കാരണം അത്രയ്ക്ക് ഞാൻ ജൂഡോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു അത്രയും വർഷം ഈ ഇത്രയും കിലോമീറ്റർ രാവിലെ ഓടി അലാറം ഒന്നും വെക്കാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവിടാൻ ആളില്ല. ഇന്നത്തെ കാലം തെരുവ് പട്ടിയുടെ ബഹളവും അപ്പോഴും ഉണ്ട്. പിന്നെ ഇന്ന് ബംഗാളീസ് വന്ന് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നില്ല, അന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ വന്നു കിടന്നത്. നമ്മളൊരു പെണ്ണെന്നുള്ള രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷേ ആ 1-ാം തീയതി ചാട്ടത്തിന് ഞാൻ 1-ാം തീയതി വൃശ്ചിക മാസം 1 ഞാൻ ഭഗവാനോട് ഒറ്റ കാര്യം, ഇതോടുകൂടി എൻ്റെ കുടുംബം രക്ഷപ്പെടും, എന്നെ ഇവിടെ തീർത്തോ, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എൻ്റെ അമ്മയും അച്ഛനും എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്നുള്ളൊരു സെൻറ്റൻസ് എഴുതി തന്നിടത്ത് കുറച്ച് പൈസയെങ്കിലും അവർക്ക് കിട്ടും. ഇനി എനിക്ക് വയ്യ ഭഗവാനെ എന്ന് പറഞ്ഞ ആദ്യത്തെ ജമ്പ് ചെയ്തു. എൻ്റെ ലൈഫിൽ ഇത്രയും എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ദിവസം. അതായത് ഒരു പ്രാവശ്യം പോലും അവർ പറയുന്നത് ഭയന്ന് കണ്ണടച്ചിട്ടില്ല. നോർമലി ഐ ബ്ലിങ്ക് ആവാം, അതിൽ സൂപ്പർ പാരാജമ്പ്. അങ്ങനെ ഞാൻ NCC കേഡറ്റ്സിന് 3 ജമ്പ് കിട്ടുന്ന എനിക്ക് 5 ജമ്പ് ചെയ്യേണ്ടി വന്നു. അതായത് അവിടുത്തെ ചീഫ് ഗസ്റ്റ് വന്ന വർഷവും ആ സമയത്ത് ആ ദിവസം എന്നെ ബെസ്റ്റ് പാരാജമ്പറായിട്ട് ജമ്പ് ചെയ്ത ആളായിട്ട് ഇന്ത്യക്കകത്ത് സെലക്ട് ചെയ്ത് എനിക്ക് അവാർഡ് കിട്ടി.